അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ മഹാൻ്റെ കറാമത്തുകൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ മഹാൻ്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, എല്ലാ ഊരാകുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, വിവാഹം ശരിയാകാൻ, മക്കളുണ്ടാകാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ, എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കാവൽ ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലുള്ള ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാനും, പ്രയാസങ്ങൾ മാറിക്കിട്ടാനും, ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾ ഒരു സൂറത്തുൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതിയാൽ തന്നെ നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചക പുത്ര പരമ്പരയിൽപ്പെട്ട മഹാനാണ് ഇത്. ഈ മഹാൻ വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ മഹാൻ്റെ ജനനം ഹിജ്റ 1166 AD 1783 ഹളർമൗത്തിലെ തെരീം എന്ന പട്ടണത്തിലാണ് ഈ മഹാൻ്റെ ജനനം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മഹാൻ്റെ മാതാപിതാക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് ഈ മഹാൻ്റെ ജീവിതം യതീമായിട്ടായിരുന്നു. ശേഷം പരിപാലനവും പ്രാഥമിക വിദ്യാഭ്യാസവും നൽകിയത് പിതൃ സഹോദരി സയ്യിദത്ത് ഹാമിദ ബീവിയാണ്. 8ാമത്തെ വയസ്സിൽ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. മാത്രമല്ല അറബി ഭാഷ മുഴുവനും സ്വായത്തമാക്കിയിരുന്നു. തങ്ങളുടെ തുടർ പഠനം സ്വന്തം നാടായ തെരീമിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ്റെ അടുക്കലിൽ വെച്ചായിരുന്നു. 17 വയസ്സായപ്പോഴേക്കും തങ്ങൾ ദീനീ വിദ്യാഭ്യാസത്തിൽ അവഗാഹം നേടിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലേക്ക് ഹിജ്റ 1183 റമളാൻ 19 17ാം വയസ്സിൽ തങ്ങൾ യമനിലെ അൽ മുനല്ല തുറമുഖത്തു നിന്നും ഒരു ചരക്കു കപ്പലിൽ നമ്മുടെ നാടായ കോഴിക്കോട്ട് വന്നിറങ്ങുന്നത്. എന്നാൽ മമ്പ്രം തങ്ങൾ ജനിച്ച് 2 വയസ്സായപ്പോൾ തന്നെ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മാതുലനായ സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ കേരളത്തിലെത്തുകയും ഇസ്ലാം പ്രബോധനത്തിൽ സജീവമാവുകയും ചെയ്തിരുന്നു. എന്നാൽ മമ്പ്രം തങ്ങൾ കേരളത്തിൽ എത്തിയപ്പോഴേക്കും മഹാനായ ഹസൻ ജിഫ്രി തങ്ങൾ വഫാത്തായിരുന്നു. മാതുലനായ ഹസൻ ജിഫ്രി തങ്ങളുടെ ക്ഷണം കാരണമാണ് നമ്മുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ മമ്പുറത്ത് എത്താൻ കാരണമാകുന്നത്. അങ്ങനെ പിന്നീട് ഒരുപാട് കാലം മമ്പുറത്തും പരിസര പ്രദേശങ്ങളിലും മഹാനായ മമ്പുറം തങ്ങൾ ഇസ്ലാം പ്രബോധനം നടത്തി. ആ സമയത്ത് ഒരുപാട് കറാമത്തുകൾ സംഭവിച്ചു. ഒരുപാട് ചരിത്രമുണ്ട്. അത് ഞാൻ വളരെ ചുരുക്കത്തിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ മഹാൻ്റെ പേരിൽ, മമ്പുറം തങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങൾ ഫാത്തിഹ നേർച്ചയാക്കി ഓതാൻ മറക്കില്ല. അത്രയ്ക്കും വലിയ അത്ഭുതമായ, ആളുകൾ അമ്പരന്ന് പോയ ഒരുപാട് അമുസ്ലിമീങ്ങൾ പരിശുദ്ധ ഇസ്ലാം ദീനിലേക്ക് കടന്നു വരാൻ കാരണമായ അത്ഭുത കറാമത്തുകളാണ് മഹാനായ മമ്പുറം തങ്ങൾക്കുള്ളത്. ഒരിക്കൽ മമ്പുറം ദേശത്ത് ഒരു മനുഷ്യന് ധാരാളം പെൺമക്കളായിരുന്നു ഉള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ആൺകുഞ്ഞ് പിറക്കാൻ. അങ്ങനെ വർഷങ്ങൾ കാത്തിരുന്നിട്ടും അദ്ദേഹത്തിന് പെൺമക്കളാണ് ജനിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം മഹാനായ മമ്പുറം തങ്ങളുടെ അടുത്ത് വന്ന് മഹാനായ മമ്പുറം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് ഒരുപാട് വർഷങ്ങളായി പെൺമക്കൾ മാത്രമാണ് ജനിക്കുന്നത്. ഒരുപാട് ദുആ ചെയ്തു നോക്കി എനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കാൻ, എന്നിട്ട് എനിക്ക് പെൺമക്കളാണ് ജനിക്കുന്നത്. എനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണമെന്ന് വളരെ താഴ്മയോടുകൂടി അദ്ദേഹം മമ്പുറം തങ്ങളോട് പറഞ്ഞു. അങ്ങനെ അയാളുടെ സങ്കടവും വിശ്വാസവും മണത്തറിഞ്ഞ മമ്പുറം തങ്ങൾ പറഞ്ഞു,
ദൈവവിധിയുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യ പ്രസവിക്കുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കും. നീ വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട, നീ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി മമ്പ്രം തങ്ങളുടെ സന്നിധിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തൊക്കെ അദ്ദേഹം സന്തോഷത്തോടു കൂടി നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു: മമ്പുറം തങ്ങൾ പറഞ്ഞതു തന്നെ അതുപോലെ നടക്കും. എൻ്റെ ഭാര്യ പ്രസവിക്കുന്നത് ആൺകുഞ്ഞ് തന്നെയായിരിക്കുമെന്ന്. മാത്രമല്ല, ഇതറിഞ്ഞ ഭാര്യയ്ക്കും വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഭാര്യയുടെ പ്രസവ സമയം അടുത്തു. ഭാര്യ പ്രസവിച്ചു. എന്നാൽ ഒരു സങ്കട വാർത്തയായിരുന്നു കേട്ടത്. അതായത് പ്രസവിച്ചത് പെൺകുഞ്ഞായിരുന്നു. ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരുന്ന ദമ്പതികൾക്ക് പെൺകുഞ്ഞായപ്പോൾ അവർക്ക് വലിയ ദുഃഖമായി, സങ്കടമായി. അദ്ദേഹം പിന്നീട് ഒന്നും ചിന്തിച്ചില്ല. സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ സങ്കടം പറയാൻ വേണ്ടിയിട്ട് മമ്പ്രം തങ്ങളുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു. മമ്പുറം തങ്ങളുടെ അടുത്ത് ചെന്ന് വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു: തങ്ങളെ, എൻ്റെ ഭാര്യ പ്രസവിച്ചു. എൻ്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണ്. തങ്ങളല്ലേ പറഞ്ഞത് ആൺകുഞ്ഞായിരിക്കുമെന്ന്. ആ സമയത്ത് തങ്ങൾ പറഞ്ഞു: ആര് പറഞ്ഞു പെൺകുഞ്ഞാണെന്ന്? നീ മടങ്ങിച്ചെന്ന് നോക്ക്, നിൻ്റെ കുഞ്ഞ് അത് ആൺകുഞ്ഞായിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് അദ്ദേഹം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ഓടുകയായിരുന്നു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മാഷാ അല്ലാ, അത്ഭുതം എന്ന് പറയട്ടെ, തൻ്റെ കുഞ്ഞ്, ഭാര്യ പ്രസവിച്ച കുഞ്ഞ് അത് ആൺകുഞ്ഞാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ അദ്ദേഹത്തിന് വിശ്വാസമായില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കരുതി: ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ? അദ്ദേഹത്തിന് സംശയമായി. കാരണം പ്രസവിച്ച സമയത്ത് ഭാര്യയും അദ്ദേഹവും മാത്രമല്ല, പ്രസവം എടുത്ത സ്ത്രീയും കണ്ടത് അത് പെൺകുഞ്ഞായിട്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ ആ വാക്ക് കാരണം, ആൺകുഞ്ഞാണെന്ന് പറഞ്ഞത് കാരണം, പിന്നീട് ആ പെൺകുഞ്ഞായി ജനിച്ച കുഞ്ഞ് അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി ഒരു ആൺകുഞ്ഞായി മാറുകയായിരുന്നു. മാഷാ അല്ലാ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മമ്പ്രം തങ്ങളുടെ ഒരു അത്ഭുത കറാമത്താണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു തആല സർവശക്തനാണ്. അവനിക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അവൻ്റെ ഇഷ്ടദാസന്മാരാണ് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും. അവർ ചോദിക്കുന്നതിനനുസരിച്ച്, അവർ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു തആല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. അതിന് യാതൊരു പരിധിയുമില്ല. അതുകൊണ്ടാണ് മമ്പ്രം തങ്ങളുടെ ഒരു വാക്ക് കൊണ്ട് ഒരു പെൺകുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ആൺകുഞ്ഞാക്കി മാറ്റിയത്. അത്ഭുതമല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അത്ഭുത കറാമത്തുകളാണ് മമ്പ്രം തങ്ങളിൽ ഉണ്ടായത്. ഒരിക്കൽ മഹാനായ മമ്പ്രം തങ്ങൾ വേലക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു: നീ ഒരു ചൂട്ടുണ്ടാക്കി വാ, എന്നിട്ട് ആ വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ആ ചൂട്ടിനെ മിന്നിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വേലക്കാരൻ മമ്പുറം തങ്ങൾ പറഞ്ഞത് അനുസരിച്ച് കൊണ്ട് കുറച്ച് ഓലമടൽ കൊണ്ട് ഒരു ചൂട്ടുണ്ടാക്കി. ആ ചൂട്ടും കൊണ്ട് അദ്ദേഹം ആ വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ചൂട്ടും മിന്നിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ആഴ്ചകളോളം ആ ചൂട്ടും കൊണ്ട് ആ തെങ്ങിൻ്റെ മുകളിൽ മിന്നിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് കാണുന്ന നാട്ടുകാർക്കും ആ തെങ്ങിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ചൂട്ട് മിന്നുന്ന ആ വേലക്കാരനും മമ്പ്രം തങ്ങളുടെ ഈ ആജ്ഞയുടെ രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ മാഷാ അല്ലാ, അത്ഭുതം എന്ന് പറയട്ടെ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അറബി സംഘം മമ്പുറത്ത് വന്നു. മമ്പ്രം തങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകി. ഇതറിഞ്ഞ നാട്ടുകാർ അവിടെ തടിച്ചുകൂടി. ഇത് കണ്ട ആ അറബി സംഘം പറഞ്ഞു: ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പൽ വലിയ കടൽക്ഷോഭത്തിൽപ്പെട്ടു. പർവ്വത സമാനമായ കൂറ്റൻ തിരമാലകൾ, കാറ്റും മഴയും അടിച്ചു വീശുന്നു. കപ്പൽ ആടി ഉലയുന്നു. അനന്തമായ സമുദ്രം, കരഭാഗം കാണുന്നില്ല. ആരും സഹായത്തിനില്ലാതെ കുടുങ്ങിപ്പോയ ഒരു സമയം. അറബികൾ പറയുകയാണ്: ഞങ്ങൾ നടുകടലിലെ ഇരുളിൽ കുടുങ്ങിപ്പോയി, മരണം മുന്നിൽ കാണുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മമ്പുറം തങ്ങളെ ഓർമ്മ വന്നത്. ഉടൻ തന്നെ മമ്പുറം തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചു.
കപ്പലും കപ്പലിലെ ചരക്കും നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടാൽ കപ്പലിലെ മുഴുവൻ ധനവും മമ്പുറത്തേക്ക് ദാനം ചെയ്യാം എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഉറപ്പിച്ചു തീരുമാനിച്ചു. ആ സമയത്താണ് മാഷാ അല്ലാ അത്ഭുതം എന്ന് പറയട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ മമ്പുറന്തങ്ങൾ ആ വേലക്കാരനോട് ദിവസങ്ങളോളമായല്ലോ ആ തെങ്ങിൻ്റെ മുകളിൽ കയറി ചൂട്ടും കത്തിച്ച് വീശാൻ പറഞ്ഞത്. ആ ചൂട്ടിൻ്റെ വെളിച്ചം കണ്ടിട്ടാണ് അങ്ങകലെ കുടുങ്ങിക്കിടക്കുന്ന ആ കപ്പലിലുള്ള അറബി സംഘം രക്ഷപ്പെട്ടത്. അറബി സംഘം ആ കപ്പലിൽ നിന്നും കാണുകയായിരുന്നു അങ്ങകലെ ഒരു തീപ്പന്തം. അങ്ങനെ അവർക്ക് കരഭാഗം മനസ്സിലായി. അങ്ങോട്ട് അവർ കപ്പൽ തിരിച്ചു. അങ്ങനെ ആ വലിയ അപകടങ്ങളിൽ നിന്ന്, ആ വലിയ ദുരന്തത്തിൽ നിന്ന് അവരും അവരുടെ കപ്പലും ആ ചരക്കും എല്ലാം രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു തആല മമ്പുറന്തങ്ങൾക്ക് മുൻകൂട്ടി നൽകുന്ന അപാര ജ്ഞാനത്തെ ഓർത്ത് അവിടെ നിന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി നിന്നുപോയി. ഇതുപോലെ മമ്പുറന്തങ്ങളുടെ മറ്റൊരു കറാമത്താണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിലുള്ള എല്ലാ വീട്ടു ഉപകരണങ്ങളും കളവ് പോയി. അതായത് ചട്ടിയും ഗ്ലാസും തളികയുമൊക്കെയായിരുന്നു കളവ് പോയത്. നല്ല ഉറപ്പുള്ളതും വിലപിടിപ്പുള്ളതുമായ വസ്തുക്കളാണ് കാണാതെ പോയത്. അങ്ങനെ അയാൾക്ക് വലിയ വിഷമമായി. ദുഃഖിതനായ അയാൾ ഇതിനൊരു പരിഹാരം തേടി മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ അടുത്തു ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ആവലാതിപ്പെട്ടു. എന്നാൽ ഇത് കേട്ട മമ്പുറം തങ്ങൾ ഒന്നും തന്നെ അയാളോട് മറുപടി പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീണ്ടും അടുത്ത ദിവസം ഈ കാര്യം മമ്പുറം തങ്ങളോട് വന്ന് പറഞ്ഞു. മറുപടി ഒന്നും കിട്ടാതെ അയാൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ മൂന്നാം ദിവസവും അദ്ദേഹം ഈ കാര്യം മമ്പുറം തങ്ങളോട് വന്ന് ഉണർത്തി. മൂന്നാം ദിവസവും അയാൾക്ക് മറുപടി കിട്ടാതെ മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിരാശനായില്ല. കാരണം അയാൾക്കറിയാം അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അത് മമ്പുറം തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ നാലാം ദിവസവും ആവലാതി ആവർത്തിച്ചു. ആ സമയത്താണ് തങ്ങളുടെ അരികിൽ അതികഠിനമായ വയറുവേദന കാരണം ഒരാൾ വന്നിട്ടുള്ളത്. അയാൾ പറയുകയാണ്, തങ്ങളെ വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ചികിത്സ ചെയ്തു, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, എന്നാൽ അതിനൊന്നും ഫലം കിട്ടുന്നില്ല. വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഇതൊന്ന് സുഖമായി കിട്ടണം എന്ന് പറഞ്ഞു. ആ സമയത്ത് മമ്പുറം തങ്ങൾ വീട്ടിലെ വസ്തുക്കൾ നഷ്ടപ്പെട്ട ആ പരാതിക്കാരനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ ഇവനെ നിൻ്റെ വീട്ടിലേക്ക് സൽക്കരിക്കണം, അവന് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, എന്നാൽ നിൻ്റെ വയറുവേദന സുഖപ്പെടും, നിൻ്റെ വയറുവേദനയ്ക്ക് അതോടെ ശിഫ ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അയാൾ വീട്ടിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടെ സൽക്കരിച്ച ആൾ ചിരിക്കുകയാണ്. ഇത് കണ്ട വീട്ടുകാരൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? മമ്പുറം തങ്ങളുടെ കൽപ്പന പ്രകാരം നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് സൽക്കരിച്ചു, അത് കാരണം എൻ്റെ രോഗം ശിഫയായി കിട്ടി, എനിക്കിപ്പോൾ വയറുവേദന ഇല്ല, ഞാനിപ്പോൾ വലിയ സന്തോഷവാനാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ സൽക്കരിച്ച മനുഷ്യൻ പറയുകയാണ്, എനിക്കും വലിയ സന്തോഷമായി. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട, കളവ് പോയ എൻ്റെ വീട്ടു ഉപകരണങ്ങളെല്ലാം ഇവിടെ ഞാൻ കണ്ടു, എൻ്റെ കണ്ണിൽപ്പെട്ടു, അതുകൊണ്ടാണ് എനിക്ക് ചിരി വന്നത്. ഞാൻ ഒരുപാട് ദിവസങ്ങളായി മമ്പുറം തങ്ങളോട് ഈ ആവലാതി പറയുന്നു, എന്നാൽ തങ്ങളിൽ നിന്നും ഒരു മറുപടിയും ഇതുവരെ ലഭിച്ചില്ല. അവസാനം താങ്കളുടെ കൂടെ വരാൻ തങ്ങൾ അരുളിയത് എൻ്റെ പാത്രങ്ങളും സാമഗ്രികളും എനിക്ക് തിരിച്ച് ലഭിക്കാനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എനിക്ക് ഇപ്പോൾ മനസ്സിലായി, എൻ്റെ എല്ലാ നഷ്ടപ്പെട്ട വസ്തുക്കളും നിങ്ങളുടെ വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് തങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ സൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് എന്ന് മനസ്സിലായി. ആ സമയത്ത് ആ വീട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, സത്യമായിരിക്കാം, എന്നാൽ ഇത് ഞാൻ മോഷണം നടത്തിയതല്ല, ഇത് ഞാൻ വാങ്ങിയതാണ്, മറ്റൊരാളിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ആ വീട്ടുകാരൻ പറഞ്ഞു, നിങ്ങളുടെ വസ്തുക്കളെല്ലാം കൊണ്ടുപോയിക്കോളൂ, എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ രോഗം ശിഫയായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ നഷ്ടപ്പെട്ട ആ വീട്ടു ഉപകരണങ്ങളെല്ലാം കൊണ്ട് അദ്ദേഹം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ മമ്പ്രം തങ്ങളുടെ മറ്റൊരു കറാമത്താണ്, ഒരിക്കൽ മമ്പ്രം തങ്ങളുടെ പ്രിയപത്നിയായ സയ്യിദ ഫാത്തിമ ബീവിക്ക് അസുഖം ബാധിച്ചു. അസൗകര്യം കാരണം മമ്പ്രം തങ്ങൾക്ക് അന്ന് ബീവിയെ സന്ദർശിക്കാൻ സാധിച്ചില്ല. എന്നാൽ ബീവിക്ക് പെടുന്നനെ രോഗം മൂർച്ഛിക്കുകയും ബീവി വഫാത്താവുകയും ചെയ്തു. എന്നാൽ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് തങ്ങൾ ഭാര്യയെ സന്ദർശിക്കാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട് എന്ന് തങ്ങൾ മനസ്സിലാക്കി തങ്ങൾ വേഗം വീട്ടിലേക്കെത്തി. എന്നിട്ട് തങ്ങൾ മയ്യത്തിൻ്റെ അടുത്തേക്ക് വന്ന് മയ്യത്തിൻ്റെ മുഖത്തുള്ള ആ തുണി നീക്കി തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, ഇത് എന്ത് കഥ? ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ നിന്റെ ദേഹത്തുണ്ടായിട്ടും നീ മരിക്കുകയോ? അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി നീ എഴുന്നേൽക്കുക എന്ന് തങ്ങൾ പറഞ്ഞതോടുകൂടി മാഷാ അല്ലാ, അത്ഭുതം എന്ന് പറയട്ടെ, മരിച്ചു എന്ന് കരുതിയ ഭാര്യയുടെ കണ്ണ് തുറന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പിടഞ്ഞുകൊണ്ട് ഭാര്യ എണീറ്റിരുന്നു കൊണ്ട് ചിരിക്കുകയായിരുന്നു. അവിടെ കൂടിയ ജനങ്ങളൊക്കെ ഇത് കണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. മാത്രമല്ല, ഇതറിഞ്ഞ് ഒരുപാട് അമുസ്ലിമീങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. മമ്പ്രം തങ്ങൾ പിന്നീട് ഭാര്യയെയും കൂട്ടി മമ്പുറത്തേക്ക് നീങ്ങി. പോകുന്ന വഴിയിൽ മമ്പ്രം തങ്ങളോട് ഭാര്യ പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ നിന്നും മയ്യത്തിൻ്റെ ദുർഗന്ധം വാസനിക്കുന്നു എന്ന്. ആ സമയത്ത് മമ്പ്രം തങ്ങൾ പറഞ്ഞു, നീ പനിനീർ വെള്ളം കൊണ്ട് നിൻ്റെ ശരീരം കഴുകൂ എന്ന്. അങ്ങനെ ബീവി തൻ്റെ ശരീരം പനിനീർ വെള്ളം കൊണ്ട് കഴുകി. മാത്രമല്ല, പിന്നീട് ബീവിയുടെ ശരീരം പനിനീർ ഗന്ധമായി മാറി. പിന്നീട് മമ്പ്രം തങ്ങളും ഭാര്യയും ചേർന്ന് അവരുടെ ദാമ്പത്യ ജീവിതം തുടരുകയും അതിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞിനെ മമ്പ്രം തങ്ങൾ സയ്യിദ് ഫദ്ലി എന്ന് പേരിട്ടു. പനിനീരിൻ്റെ ഗന്ധമായിരുന്നു ആ കുഞ്ഞിനെ. അതുകൊണ്ടാണ് ഫദ്ല് തങ്ങൾക്ക് പൂക്കോയ എന്ന ഓമന പേര് വരാൻ കാരണം എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കറാമത്തുകൾ ഉണ്ട് മമ്പ്രം തങ്ങൾക്ക്. ഒരിക്കൽ മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ മമ്പ്രം തങ്ങളുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞു, തങ്ങളെ, എൻ്റെ ഉപജീവന മാർഗമായ എൻ്റെ വല കളവ് പോയിരിക്കുന്നു, ഞാൻ ആകെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട മമ്പുറം തങ്ങൾ അല്പനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, തിരൂരങ്ങാടിയിൽ വെറ്റിലക്കാരൻ ഒരു കാതറുണ്ട്. അയാളുടെ അരികിൽ ചെന്ന് നീ ഇപ്രകാരം പറയൂ, നിന്റെ വല തങ്ങൾ തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതുകേട്ട ആ മീൻപിടുത്തക്കാരൻ ഉടൻ തന്നെ തിരൂരങ്ങാടിയിലെത്തി. ആ വെറ്റിലക്കാരൻ കാതറിൻ്റെ വീട് കണ്ടുപിടിച്ചു. തങ്ങൾ തൻ്റെ വല തരാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് അയാൾ പറഞ്ഞു. ഇത് കേട്ട വെറ്റിലക്കാരൻ കാതർ അത്ഭുതപ്പെട്ടു പോയി. ഇയാളുടെ വല എൻ്റെ അടുത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് തങ്ങൾ എൻ്റെ അടുത്തേക്ക് വിട്ടത്? എന്തെങ്കിലും ഒരു പൊരുൾ കാണും, തങ്ങൾ വെറുതെ എൻ്റെ അടുത്തേക്ക് വിടില്ല എന്ന് മനസ്സിലാക്കി ആരിൽ നിന്നെങ്കിലും ഒരു വല വാങ്ങി ഇയാൾക്ക് കൊടുക്കണമെന്ന് വെറ്റിലക്കാരൻ കാതർ കരുതി. അപ്പോഴാണ് അതുവഴിയൊരു വല വിൽപ്പനക്കാരൻ നടന്നു വരുന്നത്. അയാളോട് വെറ്റിലക്കാരൻ കാതർ നിൽക്കാൻ പറഞ്ഞു. വല വിൽപ്പനക്കാരൻ്റെ തലയിൽ നിന്നും ചുമട്ടിറക്കി വല പരിശോധിച്ച് നോക്കുമ്പോൾ മാഷാ അല്ലാ, അത്ഭുതം എന്ന് പറയട്ടെ, ഈ മീൻ പിടുത്തക്കാരൻ്റെ മോഷണം പോയ വല ആ കച്ചവടക്കാരൻ്റെ കൊട്ടയിലുണ്ട്. അങ്ങനെ വെറ്റിലക്കാരൻ കാതർ ആ വലയെടുത്ത് ഈ മീൻ പിടുത്തക്കാരന് കൊടുത്തു. മീൻപിടുത്തക്കാരൻ വലിയ സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ വല കൈപ്പറ്റി. മാത്രമല്ല, വെറ്റിലക്കാരൻ കാദർ ആ വലക്കച്ചവടക്കാരനായ കള്ളനെ ശാസിച്ചു വിടുകയും ചെയ്തു. അതുപോലെ മമ്പുറം തങ്ങളുടെ മറ്റൊരു കറാമത്താണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ മമ്പുറം തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, വലിയ സങ്കടത്തോടു കൂടി പറയുകയാണ്, ബഹുമാന്യരെ, എൻ്റെ ഒരു ഒന്നാന്തരം കാള കളവ് പോയിരിക്കുകയാണ്. എൻ്റെ കാളയെ എനിക്ക് തിരിച്ചു കിട്ടണം, അതിനൊരു പരിഹാര മാർഗം അങ്ങ് കാണിച്ചു തരണമെന്ന് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു. തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഉറുക്കി വംശജനായ പാതാൾ നിവാസിയുടെ വീട്ടിൽ ചെന്ന് നോക്കൂ, അവിടെ നിൻ്റെ കാളയെ നിനക്ക് കാണാം. തങ്ങളുടെ വാക്ക് കേട്ട് അയാൾ സമയം കളഞ്ഞില്ല. ഉടൻ തന്നെ
പാതാൾ നിവാസിയുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാൾ തൻ്റെ കാളയെ മറ്റൊരാൾക്ക് വിൽപ്പന നടത്താൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉടൻ തന്നെ അയാൾ തുറന്നടിച്ചു പാതാൾ നിവാസിയോട് പറഞ്ഞു, വിൽപ്പന നടത്താൻ വരട്ടെ, ഇത് എൻ്റെ കാളയാണ്. എന്നാൽ പിന്നീട് അവിടെ നടന്നത് കാളയെ മറ്റേയാൾ വിട്ടുകൊടുത്തില്ല. വാക്കായി, തർക്കമായി, പരസ്പരം അടിയായി, വഴക്കായി. അവസാനം കാള കയർ പൊട്ടിച്ച് തൻ്റെ യഥാർത്ഥ ഉടമയുടെ വീട്ടിലേക്ക് കുതിച്ചു പായുകയായിരുന്നു ചെയ്തത്. അതുപോലെ മറ്റൊരു കറാമത്താണ്. ഒരു കാലത്ത് മമ്പുറത്ത് കോരിച്ചൊരിയുന്ന കനത്ത മഴ. അത് കാരണം മമ്പുറം പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകി. മമ്പുറം പള്ളിയിലെ ഖബർസ്ഥാനിലേക്കൊക്കെ വെള്ളം കയറി. ആ സമയത്താണ് ഒരാളുടെ ജനാസ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഖബർസ്ഥാനിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ആളുകൾ കവർ കുഴിച്ച് നോക്കി, കവർ കുഴിക്കാൻ സാധിക്കുന്നില്ല. വെള്ളം ഉറവ വരികയാണ്, ഖബറിൽ വെള്ളം നിറയുകയാണ്. അതുകൊണ്ട് തന്നെ ഖബർ കുഴിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാ ശ്രമവും നിഷ്ഫലമായപ്പോൾ തങ്ങളുടെ അടുത്ത് ചെന്ന് ഈ വിവരമറിയിച്ചു. മഹാനായ മമ്പുറം തങ്ങൾ അവർക്ക് ഖബർസ്ഥാനിയിൽ ഖബർ കുഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ കുഴിച്ചോളൂ, ഇവിടെ വെള്ളം പൊടിയില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഖബർ കുഴിക്കാം, ആ മയ്യത്ത് ഖബറടക്കാം എന്ന് പറഞ്ഞു. തങ്ങളുടെ നിർദ്ദേശം മാനിച്ചു അവർ അവിടെ ഖബർ കുഴിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വെള്ളത്തിൻ്റെ നനവ് പോലും ഉണ്ടായില്ല. അവിടെ കൂടിയ ആളുകളെല്ലാം അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി അള്ളാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഖബർ കുഴിച്ചു. ആ ജനാസ ഖബറടക്കുകയും ചെയ്തു. അതിനുശേഷം മമ്പുറം പള്ളിയിലെ ഖബർസ്ഥാനിയിൽ ഉറവ പൊട്ടുന്നത് കാരണം കൊണ്ട് ഖബറടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കറാമത്തുകളാണ് മമ്പുറം തങ്ങൾക്കുള്ളത്. ഒരിക്കൽ ഒരാളുടെ കാള കളവ് പോയി. പരാതിയുമായിട്ട് മമ്പുറം തങ്ങളുടെ അടുത്ത് വന്നു. മമ്പുറം തങ്ങൾ പറഞ്ഞു, ഒരു താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ താക്കോലുമായി നീ പോകുക, നിന്റെ വളർത്തുമൃഗത്തെ അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് നൽകാതിരിക്കില്ല എന്നും പറഞ്ഞു. അയാൾ തങ്ങളുടെ ആശീർവാദപ്രകാരം ആ താക്കോലുമായി മടങ്ങി. എന്നാൽ പോകുന്ന വഴിയിൽ കനത്ത മഴ, കയ്യിൽ കുടയില്ല. അങ്ങനെ മഴയിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പീഡയുടെ തിണ്ണയിൽ കയറി നിന്നു. എന്നാൽ കനത്ത മഴയാണ്, ചീതൽ അടിക്കുന്നു. അയാൾ ആകെ നനയുന്നു. അയാൾക്ക് തോന്നി, ഈ കടയുടെ വാതിൽ ഒന്ന് തുറന്നെങ്കിൽ എനിക്ക് അകത്ത് കയറി നിൽക്കാമായിരുന്നു എന്ന്. ആ സമയത്താണ് അയാളുടെ മനസ്സിൽ വന്നത്, എന്തിനാണാവോ തങ്ങൾ എനിക്ക് ഈ താക്കോൽ തന്നത്. അയാൾ മനസ്സിൽ കരുതി, ഈ പീഡയുടെ ഈ വാതിലൊന്ന് വെറുതെ ഒന്ന് തുറന്നു നോക്കിയാലോ എന്ന്. അങ്ങനെ അയാൾ ആ പീഡയുടെ വാതിൽ രസമായിട്ട് ആ താക്കോൽ കൊണ്ടുവന്ന് തുറന്നു നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ആ വാതിൽ തുറന്നു. മാഷാ അല്ലാഹ്, വാതിൽ തുറന്നപ്പോൾ കാണാൻ ഇടയായത് അയാളുടെ കാള ആ പീഡയുടെ അകത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ സന്തോഷം വന്നു. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് ആ കാളയെയും കൂട്ടി മഴ കൊണ്ട് തന്നെ ആ കാളയെയും കൊണ്ട് വീട്ടിലേക്ക് അദ്ദേഹം സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി. എണ്ണിയാൽ തീരാത്ത ഒരുപാട് അത്ഭുത കറാമത്തുകൾക്ക് ഉടമയാണ് മഹാനായ മമ്പുറം തങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചില ആളുകൾക്ക് മാത്രമേ അതിൽ സംശയമുള്ളൂ. മാത്രമല്ല, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അല്ലാഹു സുബ്ഹാനഹു തആല മുഖേന പരിഹാരമാണ് മമ്പുറം തങ്ങൾ. എത്രയോ ആളുകൾ അവിടത്തേക്ക് ആ മക്കാമിലേക്ക് അരി നേർച്ചയാക്കി, യാസീൻ സൂറത്ത് നേർച്ചയാക്കി, ഫാത്തിഹ നേർച്ചയാക്കി അവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്, അവരുടെ പ്രയാസങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമാണ് മമ്പുറം മക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നിങ്ങളുടെ എല്ലാ കുടുക്കുകളും മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, ജോലി ലഭിക്കാൻ,
മാത്രമല്ല ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, സന്തോഷവും സമാധാനവും, കളിയാടാൻ, ഐശ്വര്യമുണ്ടാകാൻ, സ്വന്തമായിട്ടൊരു വീടുണ്ടാകാൻ, വിവാഹം ശരിയാകാൻ, മക്കളുണ്ടാകാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമില്ലാതെ നല്ലൊരു മനോഹരമായ ദാമ്പത്യ ജീവിതമുണ്ടാകാൻ, കടം കൊടുത്ത പൈസ തിരികെ കിട്ടാൻ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ആദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഓതുക. എന്നതിന് ശേഷം നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക. എന്നതിൻ്റെ ശേഷം നിങ്ങൾ മഹാനായ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ പേരിൽ നിങ്ങൾ ഒരു ഫാത്തിഹ സൂറത്ത് നേർച്ചയാക്കി ഓതിയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ആവശ്യമാണെങ്കിലും ഇൻഷാ അല്ലാഹ് അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ്, രോഗങ്ങൾ മാറിക്കിട്ടുന്നതാണ്, കടങ്ങൾ വീടിക്കിട്ടുന്നതാണ്. എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമാർഗം അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, കടങ്ങൾ വീട്ടിത്തരട്ടെ, രോഗങ്ങൾ മാറ്റിത്തരട്ടെ. എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങളില്ലാതെ, കടങ്ങളില്ലാതെ, ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, തലകുനിക്കാതെ, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരണപ്പെടാനും, ഖബറിൽ നമുക്ക് വലിയ സന്തോഷം ലഭിക്കാനും, അതുപോലെ ആഖിറത്തിലും നമുക്ക് വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു തആല നൽകാനും, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.